പ്രവാസികൾ ശ്രദ്ധിക്കുക. അടുത്ത മാസം 18-ാം തീയതി വരെയാണ് നോർക്ക റൂട്ട്സ് മുഖേനയുള്ള ഹെൽത്ത് ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാനുള്ള അവസാന ദിവസം. അവസാന ദിവസങ്ങളിലേക്ക് കാത്തു നിൽക്കാതെ എത്രയും വേഗം തന്നെ ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നോർക്ക ID കാർഡ് ഉണ്ടാക്കുകയും അതുവഴി നോർക്കയ്ക്ക് കീഴിൽ വരുന്ന ഹെൽത്ത് ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നിലവിൽ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം പ്രവാസികൾക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് നോർക്ക റൂട്ട്സും അതുവഴി പ്രവാസികൾക്ക് ലഭ്യമായിട്ടുള്ള സേവനങ്ങളും. നോർക്ക റൂട്ട്സ് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നോർക്ക റൂട്ട്സിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽപ്പെട്ട കഴിഞ്ഞ വർഷം ലാസ്റ്റിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സ്കീമാണ് നോർക്ക റൂട്ട്സിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയും, നമ്മളെ സമ്പാദ്യം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചികിത്സാ രീതികളാണ് ഇന്ന് ഹോസ്പിറ്റലിലുള്ളത്. ഭീമമായ തുകയാണ് ഹോസ്പിറ്റൽ ബില്ലായിട്ട് വരുന്നത്. ഒരു ദിവസം അഡ്മിറ്റ് ചെയ്താലും 10 ദിവസം അഡ്മിറ്റ് ചെയ്താലും ഒക്കെ ലക്ഷങ്ങളാണ് ബില്ലടക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ച നമ്മുടെ പണം നമ്മൾ ഒറ്റയടിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമ്മൾ സാമ്പത്തികമായി ഞെരുക്കത്തിലാവും, പ്രയാസത്തിലാവും. അല്ലെങ്കിൽ തന്നെ പ്രവാസികൾ പ്രയാസത്തിലാണ്. അപ്പം നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാത്ത കരകയറാത്ത കടക്കണിയിലേക്കൊക്കെ വീഴാൻ അത് കാരണമാകും. അപ്പം അതിൽ നിന്ന് ഒരു രക്ഷ ഇൻഷുറൻസിൽ ചേരുക എന്നുള്ളത് തന്നെയാണ്. ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരാൻ ആദ്യ പടിയായിട്ട് വാലിഡ് ആയിട്ടുള്ള നോർക്കൻ്റെ ID കാർഡ് ഉണ്ടായിരിക്കണം. നോർക്കൻ്റെ ID കാർഡിന് 3 വർഷത്തെ വാലിഡിറ്റിയാണുള്ളത്. ആ 3 വർഷത്തെ വാലിഡിറ്റി കഴിഞ്ഞവരാണെങ്കിൽ അത് റിന്യൂ ചെയ്ത് പുതിയ ID കാർഡിന് അപ്ലൈ ചെയ്ത് അത് കിട്ടിയതിന് ശേഷം നോർക്കൻ്റെ ഇൻഷുറൻസിൽ ചേരുക. സംസ്ഥാനത്തിന് പുറത്ത് 2 വർഷത്തിലധികമായിട്ട് സ്ഥിരതാമസമോ ജോലിയോ ഒക്കെ ഉള്ള ആളുകൾക്കും ഈ നോർക്ക റൂട്ട്സിൻ്റെ ID കാർഡും അതേപോലെ തന്നെ നോർക്കൻ്റെ ഇൻഷുറൻസിലും ജോയിൻ ചെയ്യാം. ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും, അതായത് ഗൾഫ് കൺട്രികളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിലൊക്കെ ജോലി ചെയ്തു വരുന്ന ആളുകൾക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ വിദ്യാഭ്യാസ ആവശ്യത്തിന് പോയി നിൽക്കുന്ന ആളുകൾക്കും ഈ നോർക്ക IDയും ഹെൽത്ത് ഇൻഷുറൻസിലും ജോയിൻ ചെയ്യാൻ പറ്റും. നാട്ടിൽ നിൽക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, അതായത് ഭാര്യ, മക്കൾ, നമ്മളെ അച്ഛനമ്മ, അതേപോലെ തന്നെ ഭാര്യയുടെ അച്ഛനമ്മ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് 80 വയസ്സ് വരെയുള്ള നാട്ടിലുള്ള ആളുകളെ വരെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. 70 വയസ്സ് വരെയുള്ള പ്രവാസികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഷുറൻസാണ് ഇന്ന് ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ട് പ്രവാസികൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതിൽ ശ്രദ്ധ ക്ഷണിക്കുകയും അതേപോലെ തന്നെ എല്ലാവരോടും പറയുകയും എല്ലാവരും സ്വയം ഇതിലൊക്കെ ചേർന്ന് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഓക്കെ, താങ്ക് യു.